ലക്ഷങ്ങൾ മുടക്കി കുറവലങ്ങാട്ട് പള്ളിക്കവലിൽ പണിതീർത്ത പഞ്ചായത്ത് മിനി ബസ് ടെർമിനലിൽ ഒരു മഴ പെയ്താൽ ചെങ്ങാടമോ വള്ളമോ വേണം യാത്ര ചെയ്യാൻ എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ബസ് ടെർമിനലിന് സമീപത്തുള്ള ഓടകളിലൂടെ വെള്ളമൊഴുക്ക് അസാധ്യമായി മാറിയതോടെയാണ് ബസ് ടെർമിനലിലേക്ക് MC റോഡിൽ നിന്നടക്കം വെള്ളം ഉയരുന്നത്. വാഹനങ്ങൾ ഇരമ്പിപ്പായുന്ന MC റോഡിൽ നിന്നും ഓളം വെട്ടി വെള്ളം ബസ് ടെർമിനലിലേക്ക് കയറുകയും മാർക്കറ്റിലടക്കമുള്ള മാലിന്യങ്ങളും മറ്റ് വസ്തുക്കളും ബസ് ടെർമിനലിൽ അടിഞ്ഞുകൂടുകയും ചെയ്യുന്നത് സാധാരണമായിരിക്കുകയാണ്. ബസ് ടെർമിനലിന് സമീപത്തുള്ള ഓടകൾ അടിയന്തരമായി ശുചീകരിക്കാൻ അധികൃതർ തയ്യാറായില്ലെങ്കിൽ ബസ് ടെർമിനലിലെ വെള്ളക്കെട്ടും വെള്ളപ്പൊക്ക ഭീഷണിയും തുടരും എന്നുള്ളതാണ് ഇപ്പോഴത്തെ സ്ഥിതി. ആയിരക്കണക്കിന് യാത്രക്കാർ എത്തിപ്പോകുന്ന ബസ് ടെർമിനൽ വെള്ളത്തിൽ മുങ്ങുന്നത് നാടിന് തന്നെ നാണക്കേടാണ്. മഴക്കാലപൂർവ്വ ശുചീകരണം എന്ന പേരിൽ പൊതുമരാമത്ത് വകുപ്പ് ലക്ഷക്കണക്കിന് രൂപ അനുവദിച്ചിട്ടും അത് യഥാസമയം വിനിയോഗിക്കുവാനോ ഓടകൾ ശുചീകരിക്കുവാനോ ബന്ധപ്പെട്ട അധികൃതർ തയ്യാറാവാത്തതിനാലാണ് കുറവലങ്ങാട് മേഖലയിൽ മഴവെള്ളത്തിന്റെ ഭീഷണി ശക്തമായി ഉയരുന്നത്. യഥാസമയം ഓടകളിൽ നിന്ന് മണ്ണും മാലിന്യങ്ങളും നീക്കം ചെയ്യുകയും അനധികൃതമായി ഓടകൾ കയ്യേറുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും ഭാരവണ്ടികളടക്കം ഓടകളിൽ കയറി ഓടയുടെ സ്ലാബ് തകരുന്നത് യഥാസമയം കണ്ടെത്തി നഷ്ടപരിഹാരം നേടി സ്ലാബുകൾ പുനഃക്രമീകരിക്കുവാൻ നടപടികൾ സ്വീകരിക്കുകയും ചെയ്താൽ ഇപ്പോൾ ടൗണിലടക്കമുള്ള വെള്ളക്കെട്ട് ഒഴിവാക്കുവാൻ ഒരളവ് വരെ കഴിയുമെന്ന് ചൂണ്ടിക്കാണിക്കപ്പെടുന്നുണ്ട്. എന്നാൽ പൊതുമരാമത്ത് വകുപ്പ് ഇക്കാര്യത്തിൽ അലംഭാവം കാണിക്കുന്നത് മുതലെടുത്ത് നിയമലംഘനങ്ങൾ സാധാരണമാവുകയും ഓടകളിൽ മാലിന്യവും മണ്ണും നിറഞ്ഞടിയുകയും ചെയ്യുന്നതോടെ റോഡിലും ബസ് ടെർമിനലിലും ഓടകളിലും വെള്ളക്കെട്ട് മാത്രമാണ്.